കച്ചേരിയിലേക്ക് ഫ്ലൂട്ട് വായിക്കുന്ന നായകൻ ഒരു പെണ്ണുമായിട്ട് അഗാധമായ പ്രണയത്തിലാവുകയാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ അതൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് തിരിച്ചറിയുന്നു. നായകൻ വീട്ടിലേക്ക് ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു വരുമ്പോഴോ വീട്ടിൽ നടക്കുന്നത് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. തന്റെ ചേട്ടത്തി ഡ്രസ്സ് മാറുന്നത് കണ്ട് ആ ഒരു ട്രാൻസ്ജെൻഡറിനും പല പല മോഹങ്ങളും ഉണ്ടാകുന്നു. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം ഒരു ബംഗാളി സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ നായകനായ മധുവിനെയും നായികയെ ബുട്ടിയും കാണിക്കുന്നു. രണ്ടുപേരും ഒളിച്ചോടി പോവുകയാണ് ചെയ്യുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ, എല്ലാവരും തന്നെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ബുട്ടി ചോദിക്കുമ്പോൾ അതൊക്കെ എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, നമുക്കിവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞാണ് മധു അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. രണ്ടാളും നേരെ സിറ്റിയിലേക്കാണ് വരുന്നത്. എങ്ങനെയാണ് ഇവർ രണ്ടുപേരും പരിചയമായതെന്നും ആരാണ് ഈ മധു എന്നൊക്കെ പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് വഴിയാണ് കാണിക്കുന്നത്. മധു ഒരു സംഗീത വിദ്വാന്റെ കച്ചേരിയിലേക്ക് ഫ്ലൂട്ട് വായിക്കുന്ന ആളാണ്. പതിവ് പോലെ കച്ചേരി കഴിഞ്ഞ് തന്റെ ഗുരുവിനൊപ്പം ഗുരുവിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു മധു. മധു തന്റെ വീട്ടുകാരുമായിട്ട് പിണങ്ങി എങ്ങനെയെങ്കിലും കാശൊക്കെ സമ്പാദിച്ചിട്ട് വേണം തിരികെ വീട്ടിലേക്ക് പോകാനെന്ന് കരുതി ജീവിക്കുന്ന ആളാണ്. അതിനു വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നതും. എന്നാൽ ഗുരുവിന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്തോ ഗുരു ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീട് മാറിയിരുന്നു. ഇന്ന് നമ്മൾ എവിടെയാ താമസിക്കാൻ പോകുന്നതെന്ന് മധു ചോദിക്കുമ്പോൾ മധുവിനെയും കൂട്ടി മധുവിന്റെ ഗുരു പോകുന്നത് വലിയൊരു ബിൽഡിങ്ങിലേക്കാണ്. എന്തിനാ നമ്മൾ ഇവിടെ വന്നത്, ഇവിടുത്തെ പ്രത്യേകത എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വാതിൽ തുറന്നിറങ്ങി വരുന്ന ആളിനെ കാണുമ്പോൾ നിനക്ക് മനസ്സിലാകും എന്നായിരുന്നു ഗുരുവിന്റെ മറുപടി. എന്നാൽ വാതിൽ മുട്ടിയിട്ടും ആരും വാതിൽ തുറന്നതേയില്ല. ജനലിലൂടെ മധു ഒത്തി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കുറെ ട്രാൻസ്ജെൻഡേഴ്സ് ഇരിക്കുന്നതാണ്. എല്ലാവരും മുഖമൊക്കെ മറച്ചിട്ടുണ്ട്. ഒരാൾ വന്ന് വാതിലും തുറക്കുന്നു. അവർ താമസിക്കുന്നതിന്റെ മുകളിലത്തെ നിലയിലാണ് ഗുരുവും മധുവും താമസിക്കുന്നത്. അവിടെ താമസിച്ചുകൊണ്ടാണ് മധു തന്റെ ജോലികളൊക്കെ നോക്കുന്നത്. കച്ചേരിയില്ലാത്ത സമയത്തൊക്കെ അടുത്തൊരു റെസ്റ്റോറന്റിൽ മധു ജോലിക്ക് പോകാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മധു അവിടുത്തെ കുളത്തിലിരുന്ന് തുണി കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു പെൺകുട്ടി വരും. അതാണ് നമ്മുടെ കഥാനായികയെ ബുട്ടി. ബുട്ടിയെ ആദ്യ കാഴ്ചയിൽ തന്നെ മധുവിന് ഒരുപാട് ഇഷ്ടമായി. അത്രയ്ക്കും സുന്ദരിയായിരുന്നു ബുട്ടി. പക്ഷേ സത്യത്തിൽ ബുട്ടി ഒരു ട്രാൻസ്ജെൻഡർ ആണ്. ബുട്ടിക്കടുത്ത് മധു നോർമലായിട്ട് തന്നെ സംസാരിക്കുന്നു. എന്താ ഈ കുളത്തിൽ കുളിക്കാനായിട്ട് പോവുകയാണോ? നല്ല ഒഴുക്കുണ്ട്, സൂക്ഷിക്കണമെന്നുള്ള രീതിയിലൊക്കെ മധു പറയുന്നു. അത് കേട്ട് ബുട്ടിക്കാണെങ്കിൽ അത്ഭുതമാണ് തോന്നുന്നത്. ഒരു ട്രാൻസ്ജെൻഡറായ പെൺകുട്ടിയോട് ആളുകൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന് അറിയാമല്ലോ. പക്ഷേ അതുപോലെയല്ലായിരുന്നു മധുവിന്റെ പെരുമാറ്റം. നല്ല കെയറിങ്ങും, അവൾ അങ്ങനെയുള്ള ഒരാളാണെന്ന് പോലും ചിന്തിക്കാതെയാണ് മധു സംസാരിക്കുന്നത്. മധു ആണെങ്കിലോ മുകളിലത്തെ നിലയിൽ നിന്നുകൊണ്ട് എപ്പോഴും ഫ്ലൂട്ട് വായിക്കും. അത് കേൾക്കുന്ന ബുട്ടി കരുതുന്നത് തനിക്ക് വേണ്ടിയിട്ടാണ് മധു അത് വായിക്കുന്നതെന്നാണ്. കാരണം ഓരോ റൊമാൻറ്റിക് സോങ്ങുമാണ് അവൻ ഫ്ലൂട്ടിലൂടെ വായിക്കുന്നത്. പതിയെ പതിയെ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുകയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പ്രണയത്തിലേക്ക് പോവുകയും ചെയ്തു. ആ സീൻ ഇവിടെ കട്ടായി പ്രസന്റ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. മധു ഇപ്പോൾ ബുട്ടിയും കൊണ്ട് സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണല്ലോ. അന്നേ ദിവസം താമസിക്കുവാനായിട്ട് ഒരു ലോഡ്ജിൽ റൂം എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റ് മധുവിനോട് ചോദിക്കുന്നത് എത്ര നേരത്തേക്കാന്നാ. അതിന് മറുപടി മധു പറയുന്നത് എത്ര നേരത്തേക്കെന്നോ, ഞങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ഇവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ ഫ്രഷായി പോകുവാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നും മധു മറുപടി പറയുന്നു. സത്യത്തിൽ മോശമായി ചിന്തിക്കുന്ന ഒരാളോ അങ്ങനെ ഒന്നുമല്ല ഈ മധു. അങ്ങനെ മധു ആണെങ്കിലോ ബുട്ടിയും കൊണ്ട് റൂമിലേക്ക് വരും. മാത്രമല്ല മധു പുറത്തേക്ക് പോകുന്ന സമയത്തേക്ക് ബുട്ടിയോട് പ്രത്യേകം പറയുന്നുണ്ട്, ഈ ഒരു ലോഡ്ജ് കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ആര് വന്ന് വാതിൽ മുട്ടിയാലും വാതിൽ തുറക്കേ ചെയ്യരുത്. ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് മധു പുറത്തു പോകുന്നത്. കുറേ നേരം കഴിഞ്ഞ് മധു വന്ന് വാതിൽ മുട്ടുന്നു. ബുട്ടി തുറക്കുമ്പോഴോ, ഞാൻ പെട്ടെന്ന് വന്നതേ എന്റെ പ്രിയങ്ക ചോപ്രനെ എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞ് ബുട്ടിയോട് സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നു. മധുവിന്റെ പ്രവൃത്തിയും മധുവിന്റെ കെയറിങ്ങുമെല്ലാം ബുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം അവളുടെ ജീവിതത്തിൽ ആരിൽ നിന്നും അവൾക്ക് അങ്ങനെയുള്ള സ്നേഹമൊന്നും കിട്ടിയിട്ടേയില്ല. എന്നാൽ മധു ആണെങ്കിൽ ബുട്ടിയോട് പറയുന്നത്, നീ മനസ്സുകൊണ്ട് പെണ്ണും ശരീരം കൊണ്ട് ആണുമാണ്. സർജറി ചെയ്ത് നീ ഒരു പെണ്ണായി മാറണം. അതിനു വേണ്ടിയിട്ടുള്ള എന്ത് സഹായവും ഞാൻ ചെയ്യും. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാമെന്നുള്ള കാര്യവും മധു പറയുന്നു. പക്ഷേ സർജറി ചെയ്യുന്നതിനെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബുട്ടിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. മാത്രവുമല്ല മധു ഒരു കാര്യം കൂടി പറയുന്നു, ഇവിടെ ഒരു പ്രിൻസിപ്പാളുണ്ട്. ആ പ്രിൻസിപ്പാള് നിന്നെപ്പോലെ തന്നെയായിരുന്നു. മനസ്സുകൊണ്ട് പെണ്ണും ശരീരം കൊണ്ട് ആണുമായിരുന്നു. എന്നാൽ ഈ പ്രിൻസിപ്പാളാണെങ്കിലോ സർജറിയൊക്കെ ചെയ്ത് ഇപ്പോൾ ദേ
പരിപൂർണ സ്ത്രീയെ പോലെയാണ് ജീവിക്കുന്നത്. മാത്രമല്ല ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിന് ഒരുപാട് പേരെ സർജറി ചെയ്യുവാനായിട്ടും സഹായിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ബുക്സ് ഒക്കെ എഴുതുകയാണ് ഈ പ്രിൻസിപ്പാൾ എന്നുള്ള കാര്യവും മധു പറയുന്നു. അങ്ങനെ മധുവാണെങ്കിലോ ബുട്ടിയും കുട്ടി നേരെ ആ പ്രിൻസിപ്പാളിന്റെ അടുത്തേക്ക് പോകും. സർജറി ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ മധു ആ പ്രിൻസിപ്പാളിനോട് ചോദിക്കുന്നു. സർജറിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ എന്ന് മധു ചോദിക്കുമ്പോൾ പ്രിൻസിപ്പാൾ പറയുന്നത് സർജറി ചെയ്യുന്നതിന് ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് പുറത്താവും. മാത്രമല്ല നല്ല വേദനയുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ വേദനയോ, ഒരുപാട് വേദന എടുക്കുമോ എന്ന് മധു ചോദിക്കും. ഈ സമൂഹത്തിൽ നിന്നും അവൾക്ക് കിട്ടുന്ന അവഗണനയ്ക്ക് എത്ര വേദനയുണ്ടോ അത്രയും വേദനയൊന്നും എന്തായാലും ഈ സർജറി ചെയ്യുമ്പോൾ വരില്ല എന്നും പ്രിൻസിപ്പാൾ പറയുന്നു. പക്ഷേ സർജറിക്ക് ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് പുറത്താകുമെന്ന് പറഞ്ഞപ്പോൾ മധുവും ബുട്ടിയും ആകെ വിഷമത്തിലാവുകയാണ്. കാരണം കാശിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവരാണല്ലോ മധുവും ബുട്ടിയും. അവരുടെ കയ്യിൽ അത്രയ്ക്കും കാശുമില്ല. പ്രിൻസിപ്പാളാണെങ്കിലോ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അല്ല, ഇന്നത്തെ കാലത്ത് പുരുഷന്മാരാണെങ്കിൽ ഇങ്ങനെയുള്ളവരെയൊന്നും പ്രണയിക്കാറില്ല. പിന്നെ നിങ്ങൾക്കെങ്ങനെ ഇവരോട് പ്രണയം തോന്നിയെന്ന് മധുവിനോട് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് മധു കുറച്ച് കാര്യങ്ങൾ പറയുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. കച്ചേരിയില്ലാത്ത സമയത്തൊക്കെ മധു റെസ്റ്റോറന്റിലാണല്ലോ ജോലിക്ക് പോകുന്നത്. ബുട്ടി ജോലിക്ക് പോകുന്നത് ഈ ട്രാഫിക്കിലൊക്കെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് അവർക്കടുത്ത് വന്നിട്ട് കാശ് വാങ്ങുക. അവർ ഒരു ഗ്യാങ് ഉണ്ട്. മാത്രമല്ല ഗുരുമ എന്നൊരു സ്ത്രീയുണ്ട്. അവർ പറയുന്നതാണ് ബുട്ടിയും ബുട്ടിയുടെ ഗ്യാങ്ങും ഒക്കെ അനുസരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബുട്ടിയാണെങ്കിലോ മുകളിലത്തെ നിലയിലേക്ക് തന്റെ തുണി എടുക്കുവാനായിട്ട് കയറി വന്നു. അപ്പോൾ ദേ അവിടെ മധു കിടക്കുന്നുണ്ട്. ബുട്ടിയോട് ഓരോന്ന് റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലൊക്കെ മധു സംസാരിക്കും. മാത്രമല്ല ബുട്ടിയുടെ കയ്യിൽ നിന്നും ബുട്ടിയുടെ അടിവസ്ത്രങ്ങളൊക്കെ തറയിൽ വീഴുമ്പോൾ അത് വല്ലാത്ത രീതിയിലാണ് മധു നോക്കുന്നത്. അത് കാണുന്ന ബുട്ടിയാണെങ്കിൽ അതെല്ലാം കയ്യിലെടുത്തിട്ട് മധുവിനെ നോക്കി ചിരിക്കുന്നു. അങ്ങനെ മധു ഒന്നും രണ്ടും പറഞ്ഞാണ് ബുട്ടിയുമായിട്ട് അടുക്കുന്നത്. സത്യത്തിൽ മധുവിനും ആരുമില്ല, ബുട്ടിക്കും ആരുമില്ല. അങ്ങനെ അവരുടെ പ്രണയം വളരുകയാണ്. രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലായും ജീവിക്കാൻ കഴിയുമെന്ന് മധുവിന് അറിയാമായിരുന്നു. മധു മനസ്സ് മാത്രമാണ് നോക്കിയത്. ഈ ഒരു കാര്യമെല്ലാം മധു ആ പ്രിൻസിപ്പാളിനോട് പറയുന്നുണ്ട്. എന്ത് കഷ്ടം സഹിച്ചിട്ടാണെങ്കിലും സർജറി ചെയ്യാമെന്നും അവർ തീരുമാനിക്കുന്നു. അതിനു മുൻപായിട്ട് പ്രിൻസിപ്പാൾ ആണെങ്കിൽ അവർ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഒരു വിഗ്രഹം എടുത്ത് ബുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് സർജറി നടക്കുന്നത് വരെ ഈ ഒരു വിഗ്രഹം നിന്റെ കയ്യിൽ വെച്ചിരിക്കണം. നീ വിഗ്രഹത്തിനോട് പ്രാർത്ഥിക്കണം. നിന്റെ ആഗ്രഹമെല്ലാം സാധിച്ചു കിട്ടുമെന്നുള്ള കാര്യവും പ്രിൻസിപ്പാൾ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കും. തിരികെ അവർ റൂമിലേക്ക് എത്തുകയാണ്. പതിവ് പോലെ അവർ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ബുട്ടിയോടും അത് പറയുന്നുണ്ട്. നീ സർജറി ചെയ്താൽ മാത്രമേ നിന്നെ വിവാഹം കഴിക്കൂ എന്നൊന്നും നീ ചിന്തിക്കരുത്. ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടാ പ്രണയിച്ചത്. നിന്നെ ആത്മാർത്ഥമായിട്ടാ വിവാഹം കഴിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. അത് നിനക്ക് തെളിയിക്കണമെന്ന് ചോദിച്ചും കൊണ്ട് അന്നേ ദിവസം രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു. അവളുടെ മനസ്സാണ് അവൻ നോക്കുന്നതെന്നും അല്ലാതെ ശരീരമല്ല എന്നുള്ളത് മധു തെളിയിച്ച് കാണിക്കുകയാണ്. അതിനുശേഷം മധു പറയുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാം. സർജറിയുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് മുൻപ് നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാം. നമുക്ക് എൻ്റെ നാട്ടിലേക്കും പോകാം. അവിടെ പോയി സമാധാനമായി ജീവിക്കാം എന്നുള്ള കാര്യമൊക്കെ മധു പറയുന്നു. എങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഒളിച്ചോടിയതെന്നാൽ യഥാർത്ഥത്തിൽ മധുവും ബുട്ടിയും തമ്മിൽ പ്രണയമാണെന്നുള്ള കാര്യം ഗുരുമ അറിഞ്ഞിരുന്നു. ഗുരുമയാണെങ്കിലോ ബുട്ടിയെ ഒരുപാട് തല്ലി. മാത്രമല്ല ജോലി കഴിഞ്ഞിട്ട് മധു വരുന്ന സമയത്ത് ഇനി മേലാൽ എൻ്റെ കുട്ടിയെങ്ങാനും നീ പ്രണയിക്കാൻ നടന്നാൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞ് മധുവിനെ വിരട്ടുകയുണ്ടായി. അങ്ങനെയാണ് ബുട്ടിയും കൊണ്ട് മധു നാടുവിട്ട് തന്നെ പോയതും. ഇപ്പോൾ ദേ മധു ബുട്ടിയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. മാത്രമല്ല തന്റെ വീട്ടിൽ അമ്മയും സഹോദരനും സഹോദരന്റെ ഭാര്യയും കുഞ്ഞുമാണുള്ളതെന്നും മധു പറയുന്നുണ്ട്. എന്നാൽ ബുട്ടിയോട് നിന്റെ വീട്ടിൽ ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു സഹോദരി മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വിചാരിക്കാത്തൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നു. അതുകൊണ്ടാണ് ഞാൻ നാടുവിട്ടു പോയതെന്നുള്ള കാര്യവും ബുട്ടി പറയുന്നു. അതെന്താണെന്നുള്ളത് ഇപ്പോൾ നമ്മളെ കാണിക്കുന്നില്ല. അങ്ങനെ മധുവാണെങ്കിലോ ബുട്ടിയും കൂട്ടി തന്റെ വീട്ടിലേക്ക് വരുന്നു. ബുട്ടിയെ കാണുന്ന മധുവിന്റെ അമ്മയാണെങ്കിലോ ഇത് ആരടാ, ഈ പെണ്ണ് ആരാ നിന്റെ എന്നൊക്കെ ചോദിച്ച് മധുവിനെ വഴക്ക് പറയും. ഇതെന്റെ ഭാര്യയാണെന്നുള്ള കാര്യം മധു ആണെങ്കിൽ അമ്മയോട് പറയുന്നു. ബുട്ടി ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള കാര്യം ഒരിക്കലും ആരും അറിയണ്ട. അവർ വിവാഹം കഴിച്ച് ഭാര്യയും ഭർത്താവിനെയും പോലെ ജീവിക്കാമെന്ന പ്ലാനിലാണ് രണ്ടുപേരും നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. മധുവിന്റെ അമ്മയ്ക്ക് ബുട്ടിയെ ഒരുപാട് ഇഷ്ടമായി. മധുവിന്റെ അമ്മയ്ക്ക് മാത്രമല്ല മധുവിന്റെ ചേട്ടത്തിക്കും ബുട്ടിയെ ഒരുപാട് ഇഷ്ടമായി. കുട്ടിക്കാലത്ത് നാട് വിട്ടുപോയ മധു ഇപ്പോൾ ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ടാണ് വീട്ടിലേക്ക് വന്നത്. ആ ഒരു കാര്യം ചേട്ടൻ ചോദിക്കുന്നുണ്ട്. എന്താടാ നീ ഒരു അംബാനിയായിട്ട് വരുമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ടിപ്പോൾ ഒരു പെണ്ണിനെയും കൊണ്ടുവന്നു. ഏതായാലും ഞങ്ങൾക്ക് സമ്മതമാണെന്നും ചേട്ടൻ പറയുന്നു. എല്ലാവർക്കും ബുട്ടിയെ ഒരുപാട് ഇഷ്ടമായി. പക്ഷേ ബുട്ടിക്ക് നല്ല ടെൻഷനുണ്ട്. താനൊരു ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള കാര്യം അവരറിയുമോ എന്ന പേടിയായിരുന്നു അവൾക്ക്. ചേട്ടത്തിയാണെങ്കിലോ ഡ്രസ്സ് മാറുവാനായിട്ടും ബുട്ടിയെ വിളിച്ചു കൊണ്ടുപോകുന്നു. ചേട്ടത്തി അവളുടെ മുന്നിൽ നിന്നാണ് ഡ്രസ്സ് മാറുന്നത്. ചേട്ടത്തിയെ നോക്കി നിന്ന ബുട്ടിയാണെങ്കിൽ
ഉണ്ടായിരുന്നെങ്കിൽ, തനിക്കും ഇതുപോലൊരു ശരീരമുണ്ടായിരുന്നെങ്കിൽ താനും പൂർണ്ണമായി പെണ്ണായി മാറിയിരുന്നെങ്കിലെന്നൊക്കെ ചിന്തിക്കും. ബുട്ടിജനയ്ക്ക് കുട്ടിക്കാലത്ത് നടന്നൊരു സംഭവത്തെക്കുറിച്ച് ഓർക്കുകയാണ്. കുട്ടിയായിരുന്ന സമയത്ത് ബുട്ടിയുടെ പേര് പരിമൾ എന്നായിരുന്നു. അന്ന് ബുട്ടി ഒരു ആൺകുട്ടിയായിരുന്നല്ലോ. മാത്രമല്ല സ്കൂളിലെ ഡാൻസിനും നാടകത്തിനുമൊക്കെ പെൺവേഷം കിട്ടുമായിരുന്നു. ഒരു ദിവസം അങ്ങനെ പെൺവേഷം കെട്ടി നിന്ന ബുട്ടിയെ അച്ഛൻ്റെ അടുത്തേക്ക് അമ്മ കൊണ്ടുവരും. എന്തിനാ നീ ഇവനെ ഇങ്ങനെ പെൺവേഷം കെട്ടിക്കുന്നത്? അല്ലെങ്കിലേ അവന്റെ സംസാരവും നടത്തവും ഒന്നും ശരിയല്ല. ഇങ്ങനെ പെൺവേഷം കൂടി കെട്ടിയാൽ അവൻ അങ്ങനെ ആയിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അച്ഛൻ ഒരുപാട് വഴക്ക് പറയുന്നു. വലുതായ സമയത്ത് ബുട്ടി ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലാവുകയാണ്, അതായത് പരിമൾ. പരിമളിനെ വിവാഹം കഴിക്കാമെന്നൊക്കെ ആ പയ്യൻ പറയുകയുണ്ടായി. ബോംബെയിലേക്ക് പോയി നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് നീ ഒരു പൂർണ്ണമായി പെണ്ണായി മാറുമ്പോൾ വിവാഹം കഴിക്കാമെന്നായിരുന്നു ആ പയ്യൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു ദിവസം പരിമളിന്റെ ഹൃദയം തകർക്കുന്ന ഒരു വാർത്തയാണ് പരിമൾ അറിഞ്ഞത്. എന്തെന്നാൽ പരിമൾ പ്രണയിക്കുന്ന പയ്യന്റെ വിവാഹം ഉറപ്പിച്ചു. വിവാഹം ഉറപ്പിച്ചത് മറ്റാരുമായിട്ടല്ല, പരിമളിന്റെ സഹോദരിയുമായിട്ടാണ് വിവാഹം ഉറപ്പിച്ചതും. ആ ഒരു വിവരം പറഞ്ഞ് പരിമളാണെങ്കിൽ തന്റെ കാമുകനെ കാണുവാനായിട്ട് ഓടി വരികയാ. നീയല്ലേ പറഞ്ഞത് ബോംബെയിൽ പോയി ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിവാഹം കഴിക്കാമെന്ന്? എന്നിട്ട് നീ എന്തിനാ എന്റെ സഹോദരിയെ വിവാഹം കഴിക്കുവാനായി തയ്യാറായതെന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും നമ്മൾ രണ്ടുപേരും ഒരേ ഫാമിലിയിലല്ലേ വരുന്നത്, സൈഡ് കൂടി നീയുമായിട്ട് ഞാൻ ബന്ധം കൊണ്ടുപോകാമെന്നായിരുന്നു ആ പയ്യന്റെ മറുപടി. അത് കേട്ട് ബുട്ടി ആകെ തകർന്നു പോകുന്നു. ബുട്ടി ഉടനെ തന്നെ അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല തന്റെ സഹോദരി വിവാഹത്തിനായിട്ട് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു. തന്റെ കാമുകനെ വിട്ടുകൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നാട്ടിൽ നിൽക്കുന്നത് സഹിക്കാനാകാതെയാണ് ബുട്ടി അവിടെ നിന്നും നാടുവിട്ടു പോയതും കൊൽക്കത്തയിലേക്ക് എത്തിയത്. കൊൽക്കത്തയിലെത്തിയ ബുട്ടി എത്തിപ്പെട്ടത് ഗുരുമയുടെ അടുത്താണ്. ഗുരുമ പറയുന്നത് ഈ നാട്ടില് ട്രാൻസ്ജെൻഡേഴ്സിന് ജീവിക്കുന്നത് വളരെ കഷ്ടപ്പാടാണ്. ഒരുപാട് പുരുഷന്മാരുടെ കയ്യിൽ നിന്നും ആക്രമണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പുരുഷന്മാരുടെ മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സും ദ്രോഹിക്കും. പക്ഷേ ഗുരുമയുടെ മകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം ഗുരുമ പറഞ്ഞതോടുകൂടി ബുട്ടി അവിടെ താമസിച്ച് ട്രാഫിക്കിലൊക്കെ പോയി പൈസയൊക്കെ ചോദിച്ച് വാങ്ങിക്കുകയാണ് ബുട്ടി ചെയ്യുന്നത്. ഗുരുമയ്ക്ക് ഒരുപാട് കാശും അവൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയാണ് മധുവുമായി പ്രണയത്തിലായതും ദേ ഇപ്പോൾ മധുവിനൊപ്പം മധുവിന്റെ നാട്ടിലേക്ക് വന്നിരിക്കുന്നതും. പക്ഷേ മധുവിന്റെ നാട്ടിലുള്ള എല്ലാവർക്കും ബുട്ടിയെ ഒരുപാട് ഇഷ്ടമാണല്ലോ. മാത്രമല്ല മധുവിനിപ്പോൾ അടുത്ത കച്ചേരി കിട്ടിയിരിക്കുകയാണ്. കച്ചേരിയിൽ പങ്കെടുക്കുവാനായിട്ടും മധു എത്തുന്നുണ്ട്, കൂടെ ബുട്ടിയുമുണ്ട്. മധു വളരെ മനോഹരമായിട്ടാണ് ഓടക്കുഴൽ വായിക്കുന്നത്. അത് കേൾക്കുന്ന ബുട്ടിക്കാണെങ്കിലോ അവളുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വന്ന് അവൾ അവിടെ ഇരുന്ന് കരയുന്നു. അത് കാണുന്ന ചേട്ടത്തി, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നിനക്ക് ഞങ്ങളൊക്കെ ഉണ്ട്, അച്ഛനെയും അമ്മയും ഓർത്താണോ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ച് അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് തലോടുകയാണ്. തലോടുന്ന സമയത്ത് ചേട്ടത്തിയുടെ കൈ തട്ടി ബുട്ടിയുടെ തലയിലുണ്ടായിരുന്ന വിഗ് തറയിലേക്ക് വീഴുന്നു. അതോടുകൂടി ബുട്ടി ഒരു ആണാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. ഒരു ട്രാൻസ്ജെൻഡറിനെയാണ് തന്റെ അനുജൻ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നതെന്നും ചേട്ടന് മനസ്സിലായി. എല്ലാവരുടെയും മുന്നിൽ അപമാനപ്പെട്ട് നിൽക്കുകയാണ് ബുട്ടിയും പിന്നെ മധുവിന്റെ കുടുംബവും. ഉടനെ തന്നെ ബുട്ടി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. മാത്രമല്ല ബുട്ടിയുടെ പിന്നാലെ മധുവും ഓടുന്നുണ്ട്. എന്നാൽ ബുട്ടി എവിടെ പോയെന്നുള്ള കാര്യം മധുവിന് അറിയത്തേയില്ല. ബുട്ടിയുടെ ഫോണിൽ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് ചേട്ടത്തിയും. ബുട്ടി തന്റെ ബാഗും ഫോണും എല്ലാം അവിടെ വെച്ചിട്ടാണ് ഓടിപ്പോയിരിക്കുന്നതും. ആകെ വിഷമത്തിലാണ് മധു നിൽക്കുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ മധുവിനോട് ചേട്ടൻ പറയുന്നുണ്ട്, നീ കാരണം നമ്മുടെ കുടുംബത്തിന് അപമാനമായി, അതുകൊണ്ട് ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല, ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞ് മധുവിനോട് പറയുകയാണ് ചേട്ടൻ. അങ്ങനെ മധു ആണെങ്കിൽ ഒന്നും നോക്കിയില്ല, അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം വഴിയിൽ വെച്ച് ചേട്ടത്തി മധുവിനെ കാണുന്നു. ബുട്ടിയുടെ ആ ഒരു ദൈവത്തിന്റെ പ്രതിമയില്ലേ, ആ ഒരു പ്രതിമയും ബുട്ടിയുടെ ഫോണും മധുവിനെ ഏൽപ്പിക്കുന്നു. നിന്റെ ആത്മാർത്ഥ പ്രണയം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്തുണ്ടെങ്കിലും ചേട്ടത്തിയെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് മധുവിന് 2000 രൂപ കാശും കൊടുത്ത് ചേട്ടത്തി അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അതേസമയം ബുട്ടിയെ കാണിക്കുന്നു. ബുട്ടിയാണെങ്കിൽ ഓടി ഓടി ഒരു മാർക്കറ്റിലാണ് എത്തിയിരിക്കുന്നത്. അതേ മാർക്കറ്റിൽ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. പല പല കടകളിലും കയറിയിറങ്ങി കടയിലുള്ളവരിൽ നിന്നും കാശിക്ക് വാങ്ങിക്കുകയാണ് അവർ. ആ ഒരു മാർക്കറ്റ് നടത്തുന്നത് തന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് പറയാം. എന്നാൽ അവരാണെങ്കിൽ അവിടെ ഇരുന്ന് കരയുന്ന ബുട്ടിയെ കാണുന്നു. ബുട്ടിക്കടുത്തേക്ക് അവർ 3 പേരും എത്തിക്കുകയാണ്. ഒരു ട്രാൻസ്ജെൻഡറിൽ നിന്നും മറ്റൊരു ട്രാൻസ്ജെൻഡറിന് പ്രശ്നമുണ്ടാകുമെന്ന് ഗുരുമ പറഞ്ഞിരുന്നില്ലേ? അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുവാനായി പോകുന്നത്. ആരാ നീ? ഞങ്ങൾക്ക് മുൻപ് വന്ന് ഇവിടെ നിന്ന് കാശിക്ക് ഒപ്പിച്ചോ എന്ന് ചോദിച്ച് ബുട്ടിയെ ഒരുപാട് ഉപദ്രവിക്കുന്നു. മാത്രമല്ല ബുട്ടിയുടെ ഡ്രസ്സൊക്കെ വലിച്ചഴിച്ച് ദേഹത്തേക്ക് ചായവും പൂശുകയാണ്. അതേസമയം അവിടേക്ക് പോലീസ് വരുന്നുണ്ട്. എന്നാൽ പോലീസുകാരാണെങ്കിൽ
ബുട്ടിയെ ആക്രമിച്ചവരെ ഒന്നും ചെയ്യാതെ ബുട്ടിയെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതേ സമയമായിരുന്നു മധു അതേ മാർക്കറ്റിലേക്ക് എത്തുന്നത്. മധു ആണെങ്കിലോ ബുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇതിനെ അറിയാമോന്നൊക്കെ എല്ലാവരോടും ചോദിക്കുന്നു. ഒരാൾ തിരിച്ചറിയുകയാണ്, ഈ കുട്ടിയാണ് ഇവിടെ കുറെ ട്രാൻസ്ജെൻഡേഴ്സ് ചേർന്ന് ദ്രോഹിച്ചത്, ദേ നോക്കെന്ന് പറഞ്ഞ് വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. ആ വീഡിയോ കണ്ടതും മധു ആകെ തകർന്നു പോവുകയാണ്. അത്രയ്ക്കും ക്രൂരതയാണ് അവർ ബുട്ടിയോട് ചെയ്തത്. മാത്രമല്ല കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നുള്ള കാര്യവും അയാൾ പറയുകയാണ്. ഉടനെ തന്നെ മധു സ്റ്റേഷനിലേക്കും എത്തുന്നുണ്ട്. ബുട്ടിയെ പുറത്തിറക്കുവാൻ വേണ്ടിയിട്ടാണ് മധു എത്തിയിരിക്കുന്നത്. അത് നിങ്ങളുടെ ആരാന്ന് ചോദിക്കുമ്പോൾ അതെന്റെ ഭാര്യയാണെന്നാണ് മധു പറയുന്നത്. അത് കേട്ട് പോലീസ് ഓഫീസർ ഞെട്ടിപ്പോവുകയാണ്. പോലീസ് ഓഫീസർ പറയുന്നത്, ഇവിടെ ആകെയുള്ളത് പുരുഷന്മാർക്കുള്ള സെല്ലും സ്ത്രീകൾക്കുള്ള സെല്ലും, മൂന്നാമത്തെ ജെൻഡറിന് ഇവിടെ സെല്ലില്ല. അതുകൊണ്ട് തന്നെ അതൊരു പുരുഷനായതുകൊണ്ട് പുരുഷന്മാരുടെ സെല്ലിലേക്കാണ് അവളെ കൊണ്ടുവന്നിട്ടതെന്നുള്ള കാര്യവും പോലീസ് ഇൻസ്പെക്ടർ പറയുന്നു. ബുട്ടിയെ പുറത്തിറക്കുവാനായിട്ട് സെല്ലിനടുത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച മരണപ്പെട്ട് കിടക്കുന്ന ബുട്ടിയാണ്. കാരണം ഒരുപാട് അപമാനം അവൾ സഹിച്ചു. മാത്രമല്ല പുരുഷന്മാരുടെ സെല്ലിൽ കൊണ്ടുവന്നിട്ടപ്പോൾ ഒരുപാട് ടോർച്ചർ സഹിക്കേണ്ടി വന്നു. പുരുഷന്മാരും അവളെ ഒരുപാട് ദ്രോഹിച്ചു. അതൊന്നും താങ്ങാനാകാതെ ഇനി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാലും തനിക്ക് ഇതുപോലുള്ള അപമാനങ്ങളാണ് നേരിടേണ്ടി വരിക എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ബുട്ടി ആത്മഹത്യ ചെയ്തത്. ബുട്ടി ആത്മഹത്യ ചെയ്തതറിഞ്ഞ് മധു ആകെ തകർന്നു പോകുന്നു. മധു പൊട്ടിക്കരയുകയാണ്. അവിടെ നിന്ന് നേരെ ബുട്ടിയുടെ സാരിയും ചുറ്റി ബുട്ടിയുടെ വിഗും വെച്ച് ബുട്ടിയുടെ ബാഗുമായിട്ട് മധു നേരെ എത്തുന്നത് ഗുരുമയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. ഗുരുമയുടെ കാലിൽ വീണ് മധു മാപ്പ് പറയുന്നു. കാരണം ഗുരുമ ഒരു സമയത്ത് ബുട്ടിയോട് പറഞ്ഞിരുന്നു, പുരുഷന്മാരെ വിശ്വസിച്ച് അവരുടെ പ്രണയത്തെ വിശ്വസിച്ച് അവർക്കൊപ്പം നീ പോകരുത്, പോയി കഴിഞ്ഞാൽ അവസാനം നിനക്ക് മരണമാണെന്നുള്ള കാര്യം ബുട്ടിയോട് പറഞ്ഞിരുന്നു. അതാണല്ലോ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മധുവിനെ കാരണമാണ് ബുട്ടിക്ക് ആ ഒരു അവസ്ഥ വന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദേ മധു നേരെ വന്ന് ഗുരുമയുടെ കാലിൽ വീണ് കരയുന്നതും. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.